ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള BEd ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറിലെ 4th യൂണിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ ഒരു പേപ്പറിൽ 3 യൂണിറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ 4th യൂണിറ്റിന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു സെഷന്റെ പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ പേരാണ് തിയറീസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് തിയറീസ് ആണ് പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ഒക്കെ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള തിയറീസ് എന്തൊക്കെയാണ് ലാംഗ്വേജ് ലേണിംഗിനെ കുറിച്ചിട്ട് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ വി വിൽ സ്റ്റാർട്ട് ദ സെഷൻ വിത്ത് ഇൻട്രൊഡക്ഷൻ. സോ ഫസ്റ്റ്, ലാംഗ്വേജ് സെപ്പറേറ്റ്സ് അസ് ഫ്രം അതർ ക്രിയേച്ചേഴ്സ്. മറ്റെല്ലാ ക്രിയേച്ചേഴ്സിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കി നിർത്തുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ വ്യത്യസ്തമാക്കി മാറ്റുന്ന നമ്മുടെ ലാംഗ്വേജ് ആണ് അല്ലെ. നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. ബാക്കി എല്ലാ ക്രിയേച്ചേഴ്സിനും പരസ്പരം നമ്മുടെ പോലെ സംസാരിക്കാൻ കഴിയുമോ? അവരൊക്കെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇംഗ്ലീഷ്, മലയാളം എന്ന പോലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടല്ല അവർ സംസാരിക്കുന്നത് അല്ലെ. സോ മറ്റ് ക്രിയേച്ചേഴ്സിൽ നിന്നും നമ്മളെ എപ്പോഴും വ്യത്യസ്തമാക്കി നിർത്തുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ്. എബിലിറ്റി ടു ഇല്ലുസ്ട്രേറ്റ് abstract thoughts and feelings using an arrangement of alphabets and sounds make humans unique. ഹ്യൂമൻ ബീങ്സിനെ എപ്പോഴും വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ വേർതിരിച്ച് മാറ്റുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ആൽഫബറ്റ്സ് ആണ് അല്ലെ. നമുക്ക് എങ്ങനെ ആൽഫബറ്റ്സിന് അറേഞ്ച്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഓർഡർ ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ സൗണ്ട്സ് യൂസ് ചെയ്യണം, നമ്മുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സിനെ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം ഹ്യൂമൻ ബീങ്സിന്. അപ്പൊ ഈ ഒരു എബിലിറ്റി ആണ് എപ്പോഴും നമ്മളെ മറ്റുള്ളവരിൽ നിന്നും ഒരു ഓഡ് വൺ ആക്കി അല്ലെങ്കിൽ ഒരു യുണീക്ക് ആക്കി മാറ്റി നിർത്തുന്നത്. Many philosophers and linguists have put forward their ideas about the process of language acquisition. എന്താ ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് ഓൾറെഡി സ്കിൽഡ് ഇൻ ഫോറിൻ ലാംഗ്വേജ്. ഒരു ഫോറിൻ ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുക? ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഒരുപാട് ഫിലോസഫേഴ്സും ലിംഗ്വിസ്റ്റും എന്ത് പറഞ്ഞിട്ടുണ്ട്? ദേ പുട്ട് ഫോർവേഡ് ദെയർ ഐഡിയാസ് അബൌട്ട് ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ. എങ്ങനെ നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ വളരെ വ്യക്തമായിട്ട് പല ഫിലോസഫേഴ്സും ലിംഗ്വിസ്റ്റും ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷയാണ് അല്ലെ. ഭാഷ നമുക്ക് എങ്ങനെ ലേൺ ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് ലേൺ ചെയ്തെടുക്കുന്നത്, എങ്ങനെ നമുക്ക് ഭാഷയെ മനസ്സിലാക്കാം, ഹൗ വി ആർ അണ്ടർസ്റ്റാൻഡിങ്, ഹൗ വി ആർ യൂസിങ് ദ ലാംഗ്വേജ്. ഇതിനൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയാം കേട്ടോ. ഹൗ ക്യാൻ വി ലേൺ ലാംഗ്വേജ്, ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്, ആൻഡ് ഹൗ ക്യാൻ വി യൂസ് ലാംഗ്വേജ്. ദീസ് പ്രോസസ് വാട്ട് കോൾഡ് ലാംഗ്വേജ് അക്വസിഷൻ. അപ്പൊ ഈ ഒരു ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിന് എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് എന്ന് ഒരുപാട് ഫിലോസഫേഴ്സും ലിംഗ്വിസ്റ്റും ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദേ ആർ ഓൺലി തിയറീസ് ഹാവിംഗ് നോ കോൺക്രീറ്റ് എവിഡൻസ്. പക്ഷെ ഈ ഫിലോസഫേഴ്സ് ആയിക്കോട്ടെ, ലിംഗ്വിസ്റ്റ് ആയിക്കോട്ടെ, ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ് എല്ലാം തിയറി ബേസ്ഡ് ആണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇതിന് വേറെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല. എല്ലാവരും തിയറി ബേസ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളാണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദേ ഹാവ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആൻഡ് സം ഓഫ് ദം ഈവൻ ഹാവ് കോൺഫ്ലിക്റ്റിംഗ് വ്യൂസ്. ഇതിലും ചില ഫിലോസഫേഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ചില കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചില വ്യൂസ് വരുന്ന അഭിപ്രായങ്ങളും ഇതിൽ വരുന്നുണ്ട്. സോ ഇത്രയാണ് എനിക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറയാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ തിയറിയിലോട്ട് കടക്കാൻ പോവാണ്. ആൻഡ് ദ ഫസ്റ്റ് തിയറി ഈസ് പ്ലാറ്റോസ് പ്രോബ്ലം തിയറി ഓഫ് ലാംഗ്വേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്ലാറ്റോ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഗ്രേറ്റ് ഫിലോസഫർ ആണ് പ്ലാറ്റോ. പ്ലാറ്റോ ഇസ് ബെസ്റ്റ് നോൺ ആസ് ദ ഫേമസ് സ്റ്റുഡന്റ് ഓഫ് സോക്രട്ടീസ് ആൻഡ് ദ ടീച്ചർ ഓഫ് അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസിന്റെ ഒരു ഏറ്റവും നല്ല ഒരു വെൽ ബിഹേവിയർ അല്ലെങ്കിൽ മാനേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ പ്ലാറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിന്റെ ടീച്ചർ ആയിരുന്നു പ്ലാറ്റോ. വൺ ഓഫ് ദ ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ആണ് പ്ലാറ്റോ. വൺ ഓഫ് ഹിസ് more prominent ideas was that human beings are born with innate knowledge. പ്ലാറ്റോ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്.
നമ്മൾ മനുഷ്യർ ഓൾറെഡി ബോൺ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ചില ഇന്നേറ്റ് നോളജ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ ജനിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ തന്നെ ഇന്നേറ്റ് ആയിട്ട് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് നോളേജുകൾ അല്ലെങ്കിൽ അറിവുകൾ കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത് എന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. ബൈ ദ ഏജ് ഓഫ് 4, most children have the ability to construct complex sentence in their native language. നമുക്കൊരു 4 വയസ്സാവുന്നതോടുകൂടെ ഏതാണോ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ്, നമ്മൾ ഏത് ലാംഗ്വേജ് കിട്ടിയിട്ടാണോ നമ്മൾ ജനിച്ചിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളമാണ് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലെ, അപ്പൊ ഏതാണോ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആ ഒരു ലാംഗ്വേജിൽ തന്നെ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള സെന്റൻസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു 4 വയസ്സായ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ആ ഒരു കുട്ടിക്ക് 4 വയസ്സാവുമ്പോഴേക്കും കിട്ടുന്നുണ്ട് എന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. Plato believed that some knowledge, including language, is innate. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പ്ലാറ്റോ എപ്പോഴും വിശ്വസിച്ചിരുന്നത് എന്താണ്? ചില അറിവുകൾ അല്ലെ, പ്രധാനമായിട്ടും ലാംഗ്വേജ് എന്താണ്, അത് ഇന്നേറ്റ് ആയിട്ട് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻ ബീയിങ്സിനും ഇന്നേറ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു നോളേജ് ആണ് ലാംഗ്വേജ് അക്വിസിഷൻ എന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. പീപ്പിൾ കം ഇൻ ടു ദ വേൾഡ് നോയിങ് തിങ്സ് വിച്ച് ആർ നോട്ട് ടോട്ട് ടു ദം. നമ്മളൊരു ലോകത്തിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലോട്ട് കടന്നു വരുന്നത് നമുക്ക് ഓൾറെഡി പറഞ്ഞു തരാത്ത, അല്ലാതെ നമുക്ക് പഠിപ്പിച്ചു തരാത്ത പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലോകത്തിലോട്ട് വരുന്നത്. ഒരിക്കലും വേറൊരാള് പറഞ്ഞു തന്നോ അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നോ നമ്മൾ കേട്ടിട്ടോ കേട്ടറിഞ്ഞ് ലഭിക്കാതെ ഓൾറെഡി ഇന്നേറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വീഴുന്നത് എന്നാണ് പ്ലാറ്റോ അഭിപ്രായപ്പെട്ടത് കേട്ടോ. ഇതാണ് പ്ലാറ്റോസ് പ്രോബ്ലം തിയറി ഓഫ് ലാംഗ്വേജ്. നെക്സ്റ്റ് ഇസ് കാർട്ടീഷ്യൻ തിയറി ഓഫ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ. എന്താണ് ഈ കാർട്ടീഷ്യൻ തിയറി എന്ന് നോക്കാം കേട്ടോ. ജനറൽ ഫീച്ചർ ഓഫ് ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ ഇസ് കോമൺ ടു ഓൾ ലാംഗ്വേജ് ആൻഡ് റിഫ്ലക്ട് സർട്ടൻ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മൈൻഡ്. നമ്മൾ ഏതൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിൽ വളരെ കോമൺ ആയിട്ട് എല്ലാത്തിലും ഒരു ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട് അല്ലെ. മലയാളം ആയാലും ഹിന്ദി ആയാലും അറബിക് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ടു ഓൾ ദ ബേസിക് ലാംഗ്വേജ്, എല്ലാ ലാംഗ്വേജും ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അത് എല്ലാ ലാംഗ്വേജിനും സെയിം ആയിരിക്കും. ആൻഡ് റിഫ്ലക്ട് സർട്ടൻ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മൈൻഡ്. നമ്മുടെ മൈൻഡിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഈ എല്ലാ ലാംഗ്വേജും എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ജനറൽ ഗ്രാമർ. ഞാൻ അത് ബോൾഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് ബോൾഡ് ആയിട്ട് കൊടുത്തത്. ജനറൽ ലാംഗ്വേജ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് യൂണിവേഴ്സൽ കണ്ടീഷൻസ് ദാറ്റ് പ്രിസ്ക്രൈബ് ദ ഫോം ഓഫ് എനി ലാംഗ്വേജ്. നമുക്കറിയാം അല്ലെ, ഏതൊരു ലാംഗ്വേജ് ആയിക്കോട്ടെ അതിനൊരു യൂണിവേഴ്സൽ കണ്ടീഷൻ ഓൾറെഡി ഉണ്ട്, ഒരു യൂണിവേഴ്സൽ റൂൾ എല്ലാത്തിനും ഉണ്ട്. ഇതിനെയാണ് ജനറൽ ഗ്രാമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെസ്കാർട്സ്. ഇതൊരു ഫിലോസഫറിന്റെ പേരാണ്. അക്കോർഡിംഗ് ടു ഡെസ്കാർട്ടസ്, ഈസ് എ ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് മാത്തമെറ്റീഷ്യൻ. ഹി ആർഗ്യൂഡ്. ഡെസ്കാർട്ടസ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പ്രൊഡക്ടിവിറ്റി. എന്താ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാല്? നെയിംലി our ability to generate an unlimited number of new thoughts and ideas from the previous ones derives from a single undividable source in the human source. നമുക്ക് എല്ലാവർക്കും ഒരു എബിലിറ്റി ഉണ്ട് അല്ലെ. അതായത് ഓൾറെഡി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് നോളേജ് ഉണ്ടായിരിക്കും, പ്രീവിയസ് നോളേജ് അല്ലെങ്കിൽ പ്രീവിയസ് വൺസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമുക്ക് എന്താണ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ന്യൂ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു എബിലിറ്റി ഹ്യൂമൻ ബീയിങ്സിനുണ്ട്. അതിനെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. സോ ഒരു പ്രീവിയസ് നോളേജ് ഓൾറെഡി നമുക്കുള്ള, നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് നോളേജിൽ നിന്നും നമുക്ക് ഒരുപാട് അൺലിമിറ്റഡ് നമ്പർ ഓഫ് തോട്ട്സും ഐഡിയാസും ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ട് എന്നാണ് ഡെസ്കാർട്ടിസ് പറഞ്ഞത് കേട്ടോ. ലേണിംഗ് എ ലാംഗ്വേജ് മെന്റ് ഫൈൻഡിങ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ വൺസ് ഓൺ നേറ്റീവ് ലാംഗ്വേജ് ആൻഡ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. നമ്മളൊരു ലാംഗ്വേജ് ലേൺ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന നേറ്റീവ് ലാംഗ്വേജും നമ്മൾ പഠിക്കാൻ പോകുന്ന ടാർഗറ്റ് ലാംഗ്വേജും തമ്മിൽ എപ്പോഴും നമ്മളൊരു സിമിലാരിറ്റി കണ്ടുപിടിക്കും അല്ലെ. നമുക്ക് എപ്പോഴും പഠിക്കാൻ എളുപ്പം അതല്ലേ. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ സിമിലാരിറ്റി ഡിസിമിലാരിറ്റി ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു കണക്ഷൻ മനസ്സിലാക്കാനും പെട്ടെന്ന് അക്വയർ ചെയ്തെടുക്കാനും സാധിക്കും. സോ എപ്പോഴും നമ്മളൊരു ഭാഷ പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് എന്താണോ
ആ ലാംഗ്വേജും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജും തമ്മിൽ എപ്പോഴും ഒരു സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. വി മിയർലി മാനിപ്പുലേറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഇൻ അവർ മൈൻഡ്സ് ത്രൂ എക്സ്റ്റേണൽ എക്സ്പീരിയൻസ് ടു ലേൺ എ ലാംഗ്വേജ്. നമ്മളൊരു പുതിയ ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള പല കാര്യങ്ങൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, ത്രൂ എക്സ്റ്റേണൽ എക്സ്പീരിയൻസ്. നമുക്ക് ലഭിക്കുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസിലൂടെ നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് പുതിയ പല ഭാഷകളും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും പഠിച്ചെടുക്കാനും സാധിക്കുമെന്നാണ് ഡിസ്കാർട്ടിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ഫിലോസഫർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വേറൊരു ഫിലോസഫറെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നെയിം ഈസ് ജോൺ ലോക്സ് തിയറി ഓഫ് ടാബുലാ രസ. എന്താ ടാബുലാ രസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഒരു വേർഡ് മുന്നേ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ടാബുലാ രസ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് അല്ലെ. സ്ലേറ്റ് ആണോ മാം? വെരി ഗുഡ്, യെസ്. ടാബുലാ രസ എന്ന് പറയുന്നത് സ്ലേറ്റ്. നമ്മള് കുട്ടികളാവുന്ന സമയത്ത് നമ്മള് എഴുതി പഠിക്കുന്ന, നമ്മൾ ആദ്യമായിട്ട് പല കാര്യങ്ങളും എഴുതുന്നത് സ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. സ്ലേറ്റിന് പറയുന്നതാണ് ടാബുലാ രസ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു തിയറി നോക്കിയാലോ. സോ ജോൺ ലോക്സ് as a British philosopher, Oxford academician and medical researcher, he propounded that child's mind is like a clean slate. നമ്മൾ എപ്പോഴും പറയില്ലേ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ക്ലീൻ ആണ്, അവരുടെ ഉള്ളിൽ ഒന്നും ഇല്ല എന്ന് പറയും അല്ലെ. അപ്പോ ജോൺ ലോക്സ് പറഞ്ഞത് ഇത് തന്നെയാണ്. കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് സ്ലേറ്റിനെ പോലെയാണ്. ആസ് വി ഗോ ത്രൂ ലൈഫ് അവർ എക്സ്പീരിയൻസ് റൈറ്റ് നോളേജ് ഓൺ ദാറ്റ് സ്ലൈറ്റ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും തോറും നമുക്ക് ലഭിക്കുന്ന ഓരോ എക്സ്പീരിയൻസ് അല്ലെ, നമ്മൾ നേരിടുന്ന ഓരോ അനുഭവങ്ങളും എന്താണ്, ഒരു നോളേജിന്റെ രൂപത്തിൽ നമ്മൾ ആ ഒരു സ്ലൈറ്റിൽ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് ജോൺ ലോക്സ് പറഞ്ഞിട്ടുള്ളത്. വി ലേൺ എവറിത്തിങ് ത്രൂ അവർ സെൻസസ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്തെടുക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് അല്ലെ. നമ്മുടെ കണ്ണ്, ചെവി, നമ്മുടെ മൂക്ക്, നമ്മുടെ സ്കിന്ന്, നമ്മൾ സെൻസ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും സെൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നത്. Every step in your journey towards fluency may feel like writing new information in your mind as if it were a blank slate. ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിരുന്നു നമ്മുടെ ഒരു മൈൻഡിലോട്ട് നമ്മൾ എന്താണ്, നമ്മുടെ ഈ ജേർണി, നമ്മുടെ ഈ ഒരു ലേണിംഗ് ജേർണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ജേർണി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിക്കുന്ന ഓരോ ഇൻഫോർമേഷനും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ഇൻഫോർമേഷനും നമ്മൾ എന്താണ്, നമ്മുടെ ആ ഒരു ബ്ലാങ്ക് സ്ലേറ്റിലോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിലോട്ട് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഇൻഫോർമേഷൻസും. We are born with a variety of faculties to receive and abilities to manipulate or process the content once we acquire it. നമ്മൾ ജനിച്ചിട്ടുള്ള എന്താണ്, നമ്മൾ ഒരുപാട് കഴിവുകൾ കൊണ്ടാണ് ജനിക്കുന്നത് അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിസീവ് ചെയ്യാനും അല്ലെങ്കിൽ പല കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒരു കോണ്ടന്റ് പ്രോസസ് ചെയ്യാനും അതിനെങ്ങനെ അക്വയർ ചെയ്യണം, എല്ലാം ഇത്തരം എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എന്താണ് എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ഓൾറെഡി ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. അതെല്ലാം ഓൾറെഡി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ ഡീൽ ചെയ്യാനുമുള്ള എല്ലാ കഴിവുകളും എല്ലാവർക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ദ മൈൻഡ് ക്യാൻ എൻഗേജ് ഇൻ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ മൈൻഡിന്, നമ്മുടെ മനസ്സിന് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ഷന് എൻഗേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ടോപ്പിക് ഓൾറെഡി ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട്, കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് ആ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് 3 ആയിട്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയില്ല. അതിനെ കുറച്ചും കൂടെ സിംപ്ലർ വേർഷൻ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. The first one is നമ്മൾ ഓരോ ഡിഫറെന്റ് ടൈപ്പും ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കമ്പൈൻ സിമ്പിൾ ഐഡിയാസ് ടു ഫോം കോംപ്ലക്സ്. നമ്മുടെ മൈൻഡ് എപ്പോഴും എന്താണ്, സിമ്പിൾ ഐഡിയാസ് ആണ് എപ്പോഴും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുന്നതിലുപരി സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. റെഡ് ആൻഡ് റൗണ്ട് ക്യാൻ ക്രിയേറ്റ് ദ കോംപ്ലക്സ് ഐഡിയ ഓഫ് എ റെഡ് ബോൾ. റെഡ് കളർ എന്താ, റെഡ് എന്താന്ന് നമുക്ക് അറിയും എന്ന് വിചാരിക്കാം.
റൗണ്ട് എന്താണെന്നും നമുക്ക് ഓൾറെഡി അറിയുമെങ്കിൽ ഒരു റെഡ് ബോൾ എന്താന്നുള്ള ഒരു കോംപ്ലക്സ് ഐഡിയ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ. സോ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സ് ഐഡിയ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മൈൻഡിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, the mind compares ideas to recognize relationships, differences or similarities. നമ്മുടെ മൈൻഡിന് ഐഡിയാസിനെ കമ്പയർ ചെയ്യാനും റിലേഷൻഷിപ്സ് എന്തൊക്കെയാന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാനും ഡിഫറൻസസ് ആയിക്കോട്ടെ സിമിലാരിറ്റീസ് ആയിക്കോട്ടെ ഇതിനെല്ലാം വേർതിരിച്ചെടുക്കാനും ഇതിന്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കാനുമുള്ള എല്ലാ കഴിവും നമ്മുടെ മൈൻഡിനുണ്ട്. ഫോർ എക്സാമ്പിൾ, കമ്പയറിംഗ് ദ ഐഡിയാസ് ഓഫ് ലാർജ് ആൻഡ് സ്മോൾ. ഇല്ലേ, ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ സ്മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്താണ്, ഇതിനെ കമ്പയർ ചെയ്യാനെല്ലാം നമ്മുടെ മൈൻഡിന് സാധിക്കും അല്ലെ, സാധിക്കും. സോ റിലേഷൻഷിപ്സ് റെക്കഗ്നൈസ് ചെയ്യുക, സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസിനെ മനസ്സിലാക്കുക, ഇതിനെല്ലാം നമ്മുടെ മൈൻഡിന് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. The mind abstracts or generalizes ideas by focusing on common features while ignoring the specific details. നമ്മുടെ മൈൻഡ് എപ്പോഴും ശ്രമിക്കുക എന്താണെന്നറിയോ, സ്പെസിഫിക് എന്താ പറയാ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുക, കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഓരോന്നിന്റെയും ഡീറ്റെയിൽസിനെ വ്യക്തമാക്കി നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ ആദ്യം തന്നെ അതിന്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കും. ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. By observing different types of trees, the mind forms a generalized idea of a ട്രീ. നമ്മൾ പല ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീസ് കാണാന്ന് വിചാരിക്കുക കേട്ടോ. സോ നമ്മൾ ഓരോ ട്രീസിന്റെയും ഡിഫറൻസ് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി അത് കാണുമ്പോൾ ഇതെല്ലാം എന്താണ്, ട്രീസ് ആണ് എന്നുള്ള ഒരു ജനറലൈസ്ഡ് ഐഡിയ ആണ് നമ്മുടെ മൈൻഡ് ഫോം ചെയ്യുക. സോ എപ്പോഴും കോമൺ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക, റാദർ ദാൻ സ്പെസിഫിക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാതെ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് മൈൻഡിന് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ദർ ആർ സച്ച് ഫാക്കൽറ്റീസ് ആസ് മെമ്മറി വിച്ച് അലൗ ഫോർ സ്റ്റോറിംഗ് ഫോർ ഐഡിയാസ്. നമ്മുടെ മെമ്മറിക്കും ഇതുപോലെ എന്താണ്, പല ഐഡിയാസ് സ്റ്റോർ ചെയ്യാനും പറ്റുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് നമ്മുടെ മെമ്മറിക്കും ഉണ്ട്. ഓക്കെ, ദ ചൈൽഡ് ഹാസ് ടു യൂസ് ഹിസ് എഡ്യൂക്കേഷൻ ഫോർ ഹർ സെൽഫ് ബിൽഡപ്പ്, സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെ, നമുക്ക് ലഭിക്കുന്ന, ഒരു കുട്ടിക്ക് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ സെൽഫ് ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ഒരു നല്ല ഒരു ഭാവിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്കൊരു സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ദ ചൈൽഡ് നീഡ്സ് ടു ബി ഫുള്ളി ആൻഡ് ആക്റ്റീവ്ലി ഡെവലപ്ഡ്. നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു കുട്ടിക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാനും ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റും ലഭിക്കാനും സാധിക്കണം. ഹി കനോട്ട് സസ്റ്റെയിൻ കോംപ്ലിക്കേറ്റഡ് ഐഡിയാസ് അബൌട്ട് ദ വേൾഡ് അൺടിൽ ഹി യൂസ് ഹിസ് ബ്രെയിൻ ഓർ സെൻസറി ഓർഗൻ. നമ്മൾ നമ്മുടെ ബുദ്ധിയോ അല്ലെങ്കിൽ സെൻസറി ഓർഗൻസോ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് മനസ്സിലാക്കി എടുക്കാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലെ. സോ വേൾഡ് എന്ന് പറയുന്ന ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഐഡിയാസ് ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ വി ഹാവ് ടു യൂസ് അവർ ബ്രെയിൻ പ്രോപ്പർലി. നമ്മുടെ ബ്രെയിനും നമ്മുടെ സെൻസറി ഓർഗൻസ് എല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ടും വളരെ വൈസായിട്ടും യൂസ് ചെയ്താൽ മാത്രമേ നമ്മളെ കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ഐഡിയാസും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ലോക്ക് ഓൺ എഡ്യൂക്കേഷൻ. ഈ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫറും എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് വളരെ ഈസി ആയിട്ട് കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഹെൽതി മൈൻഡ് ഗ്രൗണ്ട്സ് ഇൻ എ ഹെൽതി ബോഡി. നമ്മുടെ ബോഡിയിലെ നമ്മൾ എപ്പോഴും വളരെ ഹെൽത്തി ആയിരിക്കണം. ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ അല്ലെ. സോ ഓൾവേസ് ഒരു എന്താ പറയാ, എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുക. നമ്മൾ മെന്റലി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കില്ല. സോ ഇഫ് വി ഹാവ് എ ഹെൽത്തി ബോഡി, നമുക്കൊരു ഹെൽത്തി മൈൻഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. Okay, next, children must endure hardship in order to steel themselves for the severity of life's twist and turn. എന്താ ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാല്, നമ്മൾ എപ്പോഴും പറയും ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികൾ അനുഭവിക്കണം അല്ലെ, എങ്കിൽ മാത്രമേ അവർക്ക് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പല കാര്യങ്ങളും ഡീൽ ചെയ്യാനും ഒരു എന്താ പറയാ അത് ഒരു സിറ്റുവേഷൻ മുന്നിൽ വരുമ്പോ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം ഓൾറെഡി അവർക്ക് ഒരു എക്സ്പീരിയൻസ് അവിടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ പിന്നീട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന പല ട്വിസ്റ്റോ ടേൺസോ ഒക്കെ അവർക്ക് എന്താണ് അതിനെയൊക്കെ ഡീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ കുറച്ച് ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം ചെറുപ്പത്തില്. നെക്സ്റ്റ്, വാണ്ട്സ് പാരന്റ്സ് ഓവർ പ്രൊട്ടക്ടിങ് ദെയർ ചിൽഡ്രൻ. നമ്മൾ ചില പാരന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ, കുട്ടികളെ വളരെ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് എവിടെയും വിടില്ല, ഒന്നും ചെയ്യാൻ സംഭവിക്കില്ല, എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ഷെൽട്ടറിന്റെ അകത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഓവർ പ്രൊട്ടക്ടിങ് നമ്മൾ പാരന്റ്സ് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ എന്തായാലും പിന്നീട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യും. സോ അത്തരം പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെ വാൺ ചെയ്യുക, ഓവർ പ്രൊട്ടക്ടിങ് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത് പറയാം. നെക്സ്റ്റ്, for healthy bonds and body, a diet of much bread and very little meat or fruits is necessary. നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബോൺസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ മീറ്റ്സും എല്ലാം മതി അല്ലെ. ഒരുപാട് ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ചിൽഡ്രൻ ഷുഡ് ബി ഡിസിപ്ലിൻഡ് not by physical punishment but by the esteem or disgrace they receive from their parents and teachers. നമ്മളെ കുട്ടികളെ ഒരിക്കലും അവരെന്തെങ്കിലും ഒരു തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ പണിഷ്മെന്റ് അല്ല ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ്, നമ്മൾ അടിക്കും. ഒരു അടി കൊടുത്താൽ ശരിയാവും എന്ന് പറയും എല്ലാവരും. സോ ഫിസിക്കൽ പണിഷ്മെന്റിനേക്കാളും എപ്പോഴും എന്താ പറയാ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം മറ്റുള്ളവരെ എന്നുള്ള ഒരു എസ്റ്റീം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ പാരന്റ്സിൽ നിന്നായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നായാലും എല്ലാം കുട്ടികൾ പഠിക്കേണ്ടത്. എന്താ ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാല് സംതിങ് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ അഷെയിംഡ് അല്ലെ. നമുക്ക് അയ്യേ എന്ന് പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാരന്റ്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും എല്ലാം പഠിച്ചെടുക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു ഫിസിക്കൽ പണിഷ്മെന്റ് കൊണ്ട് നമ്മൾ കുട്ടികളെ നന്നാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഓക്കെ, ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി വാണ്ട് ഓഫ് ബാഡ് ഡീഡ്സ് അണ്ടിൽ ദേ ആക്ച്വലി കമ്മിറ്റ് വൺ. നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ട്, നമ്മുടെ പാരന്റ്സിന് പ്രത്യേകം എപ്പോഴും ഉണ്ടാവും. നമ്മൾ ചെയ്യാത്ത കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യരുത് കേട്ടോ, അത് നല്ലതല്ല, നീ അത് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലേ, അത് ചെയ്യരുത്, ചെയ്യാത്ത കാര്യത്തിന് വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞ് വാൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം ഒരു എന്താ പറയാ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ, നീ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, ഇല്ലല്ലോ അത് ചെയ്യരുത് എന്ന് പറയുന്ന അങ്ങനെ ഒരിക്കലും കുട്ടികളെ നമ്മൾ വാൺ ചെയ്യേണ്ട ആവശ്യമില്ല. അവരത് കമ്മിറ്റ് ചെയ്യാത്തടത്തോളം നമ്മൾ അവരെ ചുമ്മാ വെറുതെ ഈ ഇത്തരം ഡീഡ്സ് ഒക്കെ കൊടുത്ത് കുട്ടികളെ വാൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നമ്മൾ വാൺ ചെയ്യുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുക, ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് വരെ അപ്പോഴാണ്. സോ ഒരിക്കലും വേണ്ടാത്ത തരത്തിൽ കുട്ടികളെ റെസ്ട്രിക്ട് ചെയ്യരുത്. ടീച്ച് ദ ചൈൽഡ് ദ വാല്യൂ ഓഫ് സെൽഫ് ഡിനയൽ ഫ്രം ചിൽഡ്രൻ. നമ്മൾ എപ്പോഴും കുട്ടികളെ എന്താണ് അവര് ചൈൽഡ്ഹുഡ് ആവുന്ന സമയത്ത് തന്നെ അല്ലെ, കുട്ടിക്കാലത്ത് തന്നെ അവർക്ക് എന്താണ് അവരുടെ താല്പര്യങ്ങളായിക്കോട്ടെ അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെ. നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, പല ഡിസയേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം ഒരു നല്ല റീസണിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അല്ലെ. അതിനാണ് സെൽഫ് ഡിനയൽ എന്ന് പറയുക. എല്ലാത്തിനും ഒരു മിതത്വം വേണം. നമുക്ക് എന്ത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യണം, ഒരു സെൽഫ് കൺട്രോൾ വേണം. നമ്മുടെ കാര്യങ്ങളെയൊക്കെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളാന്ന് വിചാരിച്ച് എപ്പോഴും ഭയങ്കര ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഇഷ്ടമായിരിക്കും, അത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ മാത്രം കൺസ്യൂം ചെയ്യുക. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഒന്ന് അമർത്തി പിടിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. അത് കുട്ടിക്കാലത്ത് മുതലേ ആ ഒരു വാല്യൂ നമ്മൾ കുട്ടികളെ ടീച്ച് ചെയ്യണം. Restraint and willpower will be essential character traits for a growing child. നമുക്ക് റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ആ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ട്രേറ്റ് നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോഴേ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വേണ്ടാത്തതിന് വേണ്ടാന്ന് പറയാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ളത് കൺട്രോൾ ചെയ്യണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ചിൽഡ്രൻ ക്യാൻ ബി ടോട്ട് അക്കോർഡിംഗ് ടു ദെയർ ടെമ്പറമെന്റ്സ്. ഓരോ കുട്ടികളും ഓരോ പോലെയാണ് അല്ലെ. ചില കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഓരോ കുട്ടികളുടെ ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ആയിരിക്കും, നേച്ചർ ഡിഫറെന്റ് ആയിരിക്കും, മൂഡ് ഡിഫറെന്റ് ആയിരിക്കും. സോ എപ്പോഴും കുട്ടികളെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവരുടെ മൂഡ് അനുസരിച്ചിട്ടാണ്. അവരുടെ നേച്ചർ എന്താന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഗസ്റ്റ് will make a child
സോഷ്യൽ. എപ്പോഴും ഒരു സോഷ്യലി നമ്മുടെ കുട്ടികൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം അല്ലെ. ഒന്നും മിണ്ടാതെ, ആരോടും മിണ്ടാതെ, ആര് വീട്ടിലോട്ട് വന്നാലും ഒരു മുറിയിൽ അടച്ചിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സോഷ്യലി ഒരിക്കലും ആക്റ്റീവ് ആവാൻ പോകുന്നില്ല. സോ എപ്പോഴും നമ്മുടെ കുട്ടികളെ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലോട്ട് കൊണ്ടുപോകണം. നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ ചില കുട്ടികളുണ്ട്, നമ്മൾ കല്യാണത്തിന് വിളിച്ചാലൊന്നും അവർ വരില്ല, അവർ വീട്ടിലിരിക്കും, അവർക്ക് കല്യാണത്തിനൊന്നും വരണ്ട, കാരണം ആളുകളെ ഫേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല. സോ അത് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അവരെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ സോഷ്യലായിട്ട് ആക്റ്റീവ് ആവേണ്ട സിറ്റുവേഷൻസിൽ അവരെ നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അവർ ഇന്ററാക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് അവരൊരു ഇൻട്രോവേർട്ട് ആയിട്ട് സോഷ്യലി ആക്റ്റീവ് അല്ലാതെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ദ എഡ്യൂക്കേഷണൽ തിയറി ഓഫ് ടാബുല റാസ മേക്കിംഗ് ഹാബിറ്റ്സ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. നമുക്ക് ഒരുപാട് ഹാബിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എഡ്യൂക്കേഷണൽ തിയറി പ്രകാരം നമ്മൾ ടാബുല റാസയുടെ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ലോക്ക് അക്കോർഡിംഗ് ടു എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ കുട്ടികളെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് സ്കിന്നേഴ്സ് ഇമിറ്റേഷൻ തിയറി ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ. B.F. സ്കിന്നർ അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിസ്റ്റ് ആണ് B.F. സ്കിന്നർ എന്ന് പറയുന്നത്. B.F. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ കേട്ടറ്റ് പോലെയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും B.Ed-ലായിക്കോട്ടെ നമ്മൾ പല ഭാഗങ്ങളിലും കേൾക്കുന്ന ഒരു പേരാണ് B.F. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു നോക്കാം. An organism performs an act and if it is rewarded, that act is repeated and becomes a habit. നമ്മള് ഒരു കുട്ടി വിചാരിക്കുക, ഒരു കുട്ടി എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തു, ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തു കേട്ടോ. ഫോർ എക്സാമ്പിൾ വളരെ പെട്ടെന്ന് തന്നെ ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, വളരെ നല്ലൊരു ആക്ട് ചെയ്തു. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ റിവാർഡ് ചെയ്യണം അല്ലെ. നമ്മൾ റിവാർഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ആ ഒരു ആക്ട് വീണ്ടും കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. സോ കുട്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അവരെ റിവാർഡ് ചെയ്യുക, എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങളോ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുക. അപ്പൊ അവർക്ക് അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ബിൽഡ് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യും, അത് വീണ്ടും ആ ഒരു ആക്ട് ചെയ്യാനും അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാനും ചാൻസ് ഉണ്ട്. ഇഫ് ദ ആക്ട് ഈസ് പെനലൈസ്ഡ് ഓർ പണിഷ്ഡ് ഇറ്റ് ഫെയ്ഡ്സ് അവേ. പെനലൈസ്ഡ് പറഞ്ഞാൽ എന്താ, സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പണിഷ് ചെയ്യുക. നമ്മള് കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവരെ പണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്ട് പിന്നീട് എന്താണ്, ഫെയ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. സോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളെ റിവാർഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. റിവാർഡിംഗ് ദ കറക്റ്റ് റെസ്പോൺസ് ആൻഡ് ഫിക്സിംഗ് ഇറ്റ് ആസ് ദ എസെൻസ് ഓഫ് ദ തിയറി. ഈ ഒരു ഇമിറ്റേഷൻ തിയറിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് എന്താണ്, നല്ല കാര്യങ്ങളെ എന്ത് ചെയ്യുക, റിവാർഡ് ചെയ്യുക, അത് ഫിക്സ് ചെയ്യുക, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുമെന്നാണ് ഇമിറ്റേഷൻ തിയറി പറയുന്നത്. സോ B.F. സ്കിന്നർ ഇസ് എ ഫേമസ് ബിഹേവിയറിസ്റ്റ്. ചിൽഡ്രൻ റിസീവ് റിവാർഡ്സ് ഫോർ യൂസിങ് ലാംഗ്വേജ്. ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൽ കുട്ടികൾ എന്താണ്, പല റിവാർഡ്സും റിസീവ് ചെയ്യുന്നുണ്ട് എന്നാണ് B.F. സ്കിന്നർ പറഞ്ഞത് കേട്ടോ. ഇറ്റ് ഫോളോസ് ദ 4 term contingency, മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻസ്, ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലൈ, റെസ്പോൺസ് ആൻഡ് റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലൈ. എന്താ മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 4 കോണ്ടിൻജൻസി ഉണ്ടെന്നാണ് B.F. സ്കിന്നർ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് മോട്ടിവേഷൻ അല്ലെ. എപ്പോഴും നമ്മൾ നമ്മളെ കുട്ടികൾക്ക് എന്താണ്, ഒരു മോട്ടിവേഷൻ കൊടുക്കണം, എങ്കിൽ മാത്രമേ അവരത് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാനും അത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റാനുമുള്ള ഒരു ചാൻസ് ഉള്ളൂ. നെക്സ്റ്റ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലൈ എന്ന് പറഞ്ഞാല് we have to tell the person that you will be rewarded or punishment. നമ്മൾ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയണം, അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നീ ഇത് ഇനി ചെയ്താൽ നിനക്ക് റിവാർഡ് ലഭിക്കും കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നീ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ലഭിക്കും കേട്ടോ എന്നൊരു സ്റ്റിമുലായി കുട്ടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാം, ഇത് നല്ലൊരു പ്രവൃത്തിയാണ്, എനിക്ക് ഇനിയും ചെയ്യാം. അല്ലെങ്കിൽ അതൊരു ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും നമ്മൾ എന്താണ്, അതിനെ ഒരു പണിഷ്മെന്റ് നിനക്ക് ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും എന്നുള്ളൊരു സ്റ്റിമുലായി നമ്മൾ കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാം, നമ്മളിപ്പോ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം റെഡ് ഗ്രീൻ യെല്ലോ ലൈറ്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റിമുലൈ ആണ്, നമുക്കറിയാം ഗ്രീൻ ലൈറ്റ് കണ്ടാൽ എന്താ, നമുക്ക് വി ക്യാൻ ഗോ എന്നുള്ള ആ ഒരു സ്റ്റിമുലൈ. അപ്പൊ അതുപോലെ ഒരു സ്റ്റിമുലസ് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാം. റെസ്പോൺസ് ആൻഡ് റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലൈ. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്തായാലും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളൊരു റെസ്പോൺസ് നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കണം. ലാസ്റ്റ് റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലൈ, അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ, ആ ഒരു ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്കൊരു റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലൈ അല്ലെങ്കിൽ ഒരു
ഒരു സമ്മാനമോ അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും ഒരു വാക്കുകളായിക്കോട്ടെ, അങ്ങനത്തെ റീഇൻഫോഴ്സിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ നമുക്ക് കൊടുക്കാം. സോ ഈ 4 കോണ്ടിൻജൻസി ആണ് സ്കിന്നർ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് മോട്ടിവേറ്റിംഗ് ഓപ്പറേഷൻസ്, സെക്കൻഡ് വൺ ഇസ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലൈ, തേർഡ് വൺ ഇസ് റെസ്പോൺസ്, ആൻഡ് ഫൈനലി ഫോർത്ത് വൺ ഇസ് റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലൈ. നമ്മൾ ഈ റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലൈ കൊടുക്കുമ്പോൾ എന്താണെന്ന് പറയാ, ആ ഒരു ബിഹേവിയർ വീണ്ടും വീണ്ടും ചാൻസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ചോക്ലേറ്റ് എല്ലാം കൊടുക്കാം അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റിമുലൈ കാരണം ആ ഒരു ഹാബിറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതെയാണ് റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ സ്കിന്നേഴ്സ് തിയറി ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ. ലാംഗ്വേജ് അക്വസിഷനെ കുറിച്ചിട്ട് സ്കിന്നർ തിയറി എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റ്, സ്കിന്നർ അഡ്വക്കേറ്റഡ് ദാറ്റ് ആൻ ഇൻഫന്റ് imitates the language of parents or careers. സ്കിന്നർ പറഞ്ഞത്, നമ്മളൊരു കുട്ടി, ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുട്ടി അല്ലെ, ഒരു ചെറിയ കുട്ടി, ഒരു ബേബി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി എപ്പോഴും ആ ലാംഗ്വേജിനെ ഇമിറ്റേറ്റ് ചെയ്യുക എപ്പോഴാണ്, നമ്മളെ പാരന്റ്സിൽ നിന്നും അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിൽ നിന്നുള്ള ലാംഗ്വേജ് ആണ് കുട്ടി എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, സക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് ഓഫ് ഇമിറ്റേഷൻ ആർ റിവാർഡഡ്. അവർ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു അറ്റംപ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് റിവാർഡ്സ് എല്ലാം കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് കണ്ടീഷനിങ് അല്ലെ, BF സ്കിന്നറിന്റെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. പീപ്പിൾ സ്റ്റാർട്ട് റിപ്പീറ്റിംഗ് ആക്ഷൻസ് ദാറ്റ് ലീഡ് ടു പ്ലഷർ ഓർ റിവാർഡ് ആൻഡ് അവോയ്ഡ് ദാറ്റ് വിച്ച് ലീഡ്സ് ടു പെയിൻ ഓർ പണിഷ്മെന്റ്. നമ്മുടെ മനുഷ്യൻ എപ്പോഴും ഒരു സ്വഭാവം ഉണ്ട്, എന്താണ്, നമുക്ക് പ്ലഷർ തരുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് പല റിവാർഡ്സും കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും അല്ലെ. ആ ആക്ഷൻസ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും. മറിച്ച് നമുക്ക് അതുകൊണ്ട് ഒരു പണിഷ്മെന്റോ അല്ലെങ്കിൽ ഒരു വേദനയോ ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് എപ്പോഴും നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓൾവേസ് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ, നമുക്ക് ഉപകാരം ഉണ്ടാകുന്ന അല്ലെ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും ആ ഒരു ആക്ഷൻ. മറിച്ച് നമുക്ക് അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ദോഷം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ആക്ഷൻസ് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക. നെക്സ്റ്റ്, നോൺസെൻസ് വേർഡ്സ് വിൽ നോട്ട് ബി റിവാർഡഡ് അല്ലെ. അത് എന്തായാലും ഉറപ്പാണല്ലോ. നോൺസെൻസ് ആയിട്ടുള്ള ഇഡിയറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും നമ്മൾ, അത്തരം നോൺസെൻസ് വേർഡ്സിനെ ഒന്നും നമ്മൾ ഒരിക്കലും റിവാർഡ് ചെയ്യാറില്ല. The child begins to mimic the language of his or her parents. എപ്പോഴും ഒരു കുട്ടി അവരുടെ പാരന്റ്സ് എന്താണോ, അവരുടെ ലാംഗ്വേജ് എന്താണോ അതിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ കുട്ടികൾ എപ്പോഴും ശ്രമിക്കുക എന്നാണ് സ്കിന്നർ തിയറി ഓഫ് ലാംഗ്വേജ് അക്വസിഷനിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് സ്കിന്നേഴ്സ് തിയറി? എന്തൊക്കെ മെറിറ്റ്സ് ആണെന്ന് നോക്കാം, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു അപ്ലൈ. പീപ്പിൾ ഡു റെസ്പോണ്ട് ടു റിവാർഡ്സ്. ഈ ഒരു സ്കിന്നർ തിയറി വളരെ ഈസിയാണ് അല്ലെ, നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. കാരണം നമുക്കറിയാം എന്തെങ്കിലും റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികള്, നമ്മൾ എന്തെങ്കിലും മിഠായിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അവർക്ക് റിവാർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും അത് എന്തായാലും അതിനോട്ട് റെസ്പോണ്ട് ചെയ്യും, ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളിൽ അപ്ലൈ ചെയ്യാനും എളുപ്പമാണ് സ്കിന്നേഴ്സ് തിയറി. Next, gives feedback in some form. Language learners need feedback for success. നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്ന ആളുകൾക്ക് അല്ലെ, ലാംഗ്വേജ് ലേണേഴ്സിന് എപ്പോഴും എന്താണ്, ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഒരു സക്സസിലോട്ട് എത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മോട്ടിവേഷനും കോൺഫിഡൻസും ബിൽഡ് ചെയ്യും. They also need a feeling of accomplishment to move forward in their language learning studies. നമ്മളൊരു പുതിയ ഭാഷ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ജേർണിയിൽ എപ്പോഴും എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരം ഫീലിങ്സ് ആണ് അല്ലെ. നല്ല നല്ല ഫീഡ്ബാക്സുകൾ ലഭിക്കുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. സോ ഇത്തരം ഫീഡ്ബാക്സ് ആണ് നമ്മളെ എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് ലേണിംഗിൽ മുന്നോട്ട് പോവാൻ സഹായിക്കുന്നത്. സോ സ്കിന്നേഴ്സ് തിയറിക്ക് നല്ല 2 മെറിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ എല്ലാത്തിനും കോയിന് 2 വശമുണ്ടെന്ന് പറയുന്ന പോലെ സ്കിന്നേഴ്സ് തിയറിക്ക് ലിമിറ്റേഷൻസും ഉണ്ട്.
First one is complexity of grammar which cannot be explained through mere imitation of parents. നമുക്കറിയാം ഈ ഗ്രാമറിന്റെ പല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതൊരിക്കലും നമുക്ക് ആ ഒരു ഇമിറ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ കേട്ടുകൊണ്ടോ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. സോ പാരന്റ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ലാംഗ്വേജ് അക്വസിഷനിൽ ഗ്രാമറിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അത് കംപ്ലീറ്റ്ലി നമുക്ക് ഇമിറ്റേഷൻ ത്രൂ പാരന്റ്സിലൂടെ കിട്ടിക്കൊള്ളണം എന്നില്ല. Okay, that is one of the limitation. Next, children often find it difficult to imitate complex sounds of their parents. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സൗണ്ട്സ് അല്ലെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില സൗണ്ട്സ് ഉണ്ടാവും. ക്ഷ, ഞ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട്, നമുക്ക് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. അത്തരം സൗണ്ട്സ് എല്ലാം കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. അത് വൺ ഓഫ് ദ ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ്, ഇറ്റ് excludes meaning while creating a stressful learning environment that penalizes who make mistakes. This results in many people studying a language in a way that allows them to pass tests, but they cannot hold conversation. അതായത് ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്കൊരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ് നമ്മുടെ ചുറ്റും ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ലാംഗ്വേജ് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാം പാസ് ആവാം എന്നുള്ള അത്തരം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ സാധിക്കുമെന്നല്ലാതെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു സ്ട്രെസ്ഫുൾ ലേണിംഗ് എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം സാധിച്ചെടുക്കാനോ സാധിക്കില്ല. നെക്സ്റ്റ്, മിസ്റ്റേക്ക് മേക്കിംഗ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുമ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയാ സംശയമില്ല അല്ലെ. ഓൾവേസ് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എന്താണ് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. സോ Skinner's theory penalizes it. This can result in learners giving up before they make any progress in learning a new language. So എപ്പോഴും മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ഒരു ലാംഗ്വേജ് ലേണിംഗ് തന്നെയാണ്. സോ ഇത്തരം മിസ്റ്റേക്സ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ന്യൂ ലാംഗ്വേജ് പഠിക്കുന്നതിൽ നിന്നും പുറകോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മൾ ആ ഒരു ലാംഗ്വേജ് ലേണിംഗ് അവിടെ നിർത്താനുമുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിന്റെ വൺ ഓഫ് ദ ലിമിറ്റേഷൻ ആണ്. സോ ഈ 4 ലിമിറ്റേഷൻ ആണ് സ്കിന്നേഴ്സ് തിയറിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് ജോൺ ലോക്കീസിന്റെ കാര്യം പറഞ്ഞു, BF സ്കിന്നറിന്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Chomsky's universal grammar theory ആണ് കേട്ടോ. This is also very important. His work discusses the inborn faculty of language acquisition in children. പ്രധാനമായിട്ടും ചോംസ്കി എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓൾറെഡി ഒരു കുട്ടിക്ക് എന്തൊക്കെ ഇൻബോൺ ഫാക്കൾട്ടി ഉണ്ട് ഒരു ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ, ഇൻബോൺ ആയിട്ട് ഒരു കുട്ടിക്ക് എന്തൊക്കെ ഓൾറെഡി അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെയാണ് കൂടുതലും ചോംസ്കി വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ ഇസ് ബയോളജിക്കലി ഡിറ്റർമൈൻഡ്. നമുക്ക് ഈ ഒരു ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ ലാംഗ്വേജിനെ ലേൺ ചെയ്യാനും അത് മനസ്സിലാക്കാനും യൂസ് ചെയ്യാനും ഇതെല്ലാം ഓൾറെഡി ബയോളജിക്കലി നമ്മുടെ എന്താണ് ഉള്ളിലുണ്ട് എന്നാണ് ചോംസ്കി പറഞ്ഞത് കേട്ടോ. ഇന്നേറ്റ് ആയിട്ട് ഓൾറെഡി നമുക്ക് ഉള്ളിലുള്ള ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അത്. ഹ്യൂമൻ സ്പീഷീസ് ഹാവ് ഇവോൾവ്ഡ് എ ബ്രെയിൻ whose neural circuits contain linguistic information at birth. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് എന്താണ് ഓൾറെഡി നമുക്കൊരു ന്യൂറൽ സർക്യൂട്ട് ഉണ്ട് അല്ലെ. നമുക്ക് ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ന്യൂറൽ സർക്യൂട്ട്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ന്യൂറൽ സർക്യൂട്ട്സിലൊക്കെ എന്തുണ്ട്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട് അല്ലെ. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ലാംഗ്വേജിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഓൾറെഡി നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ന്യൂറൽ സർക്യൂട്ട്സിൽ നമ്മുടെ ബ്രെയിനിൽ ഇത്തരം ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഇവോൾവ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ സ്പീഷീസിൽ എന്നാണ് ചോംസ്കി അഭിപ്രായപ്പെട്ടത്. ദ ചൈൽഡ്സ് നാച്ചുറൽ പ്രീ ഡിസ്പോസിഷൻ ടു ലേൺ ലാംഗ്വേജ് വാസ് ട്രിഗേർഡ് ബൈ ഹിയറിംഗ് സ്പീച്ച്. അതായത് പ്രീ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന ടെൻഡൻസി ആണ് കേട്ടോ. ഒരു കുട്ടിയുടെ ഒരു നാച്ചുറൽ ഒരു ടെൻഡൻസി ആണ് എന്ത്, നമ്മളൊരു ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് ആദ്യം നമ്മൾ എന്തും പഠിച്ചെടുക്കുന്ന എന്താണ്, ലിസണിങ്ങിലൂടെയാണ് അല്ലെ. LSRW നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലിസണിങ് നമ്മൾ ആദ്യം കേൾക്കും, പിന്നെ നമ്മൾ സ്പീക്ക് ചെയ്യാൻ ശ്രമിക്കും, പിന്നെ നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കും,
ഫൈനലി നമ്മൾ റൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ പോകുന്നത്. സോ ആദ്യം നമ്മളൊരു ലാംഗ്വേജ് ലേൺ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന എന്താണ്? ഹിയറിംഗ് സ്പീച്ച് ആണ്. ആൻഡ് ദ ചൈൽഡ്സ് ബ്രെയിൻ ഇസ് ഏബിൾ ടു ഇന്റർപ്രറ്റ് വാട്ട് ഹി ഓർ ഷീ ഹിയേഴ്സ് അക്കോർഡിംഗ് ടു ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ഓർ സ്ട്രക്ചേഴ്സ് ഇറ്റ് ഓൾറെഡി കണ്ടെയ്ൻസ്. നമുക്ക് ഓൾറെഡി എല്ലാ കുട്ടികൾക്കും എന്താണ്? ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. എങ്ങനെയാണ് ലാംഗ്വേജ് ഒരു കുട്ടി ആദ്യം ലേൺ ചെയ്തെടുക്കുന്നത്? ഹിയറിംഗിലൂടെയാണ് അല്ലെ? ആ കുട്ടിയുടെ പാരന്റ്സ് ആയിക്കോട്ടെ, കെയർ ടേക്കേഴ്സ് ആയിക്കോട്ടെ, ഇവര് സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ആ കുട്ടിന്റെ ചൈൽഡ്സ് ബ്രെയിൻ എന്ത് ചെയ്യും? ആ ലാംഗ്വേജിനെ ഇന്റർപ്രറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ്, ഗ്രാമർ ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇതിനെയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഓരോ കുട്ടിയും ലാംഗ്വേജിനെ മനസ്സിലാക്കി എടുക്കുന്നത് എന്നാണ് ചോംസ്കി പറഞ്ഞത്. This natural faculty has become known as language acquisition device. അതായത് ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ട്? ഒരു യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇതെല്ലാം അക്വയർ ചെയ്തെടുക്കാനുള്ള ഒരു ഒരു യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം നമ്മുടെ ബ്രെയിനിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ എന്തുണ്ട്? ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നാച്ചുറലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ചോംസ്കി പറഞ്ഞിട്ടുള്ളത്. ഓൾ ഹ്യൂമൻ ലാംഗ്വേജ് ഷെയർ കോമൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാമർ. ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, മനുഷ്യൻ സംസാരിക്കുന്ന ഏത് ലാംഗ്വേജ് ആയാലും എല്ലാത്തിനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാമർ ഉണ്ട് അല്ലെ? ഇപ്പോ മലയാളത്തിലാണെങ്കിൽ ഉണ്ട്, ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജക്ട്, വേർബ്, ഒബ്ജക്ട് എന്നൊക്കെ പറയൂല്ലേ. അപ്പൊ എല്ലാ ലാംഗ്വേജസിനും ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാമേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, all human languages share the same set of categories and relations which are considered to be innate in children. സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. ഏത് ഹ്യൂമൻ ലാംഗ്വേജ് ആയാലും എല്ലാ ലാംഗ്വേജും ഒരു സെയിം സെറ്റ് ഓഫ് കാറ്റഗറീസും റിലേഷൻസും എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. The child needs to follow the particular set of rules that it peers follow in order to understand and produce their native language. നമ്മൾ ഏതൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് പഠിച്ചെടുക്കാനും എന്താണ്? ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ലാസ്റ്റ് 3 പോയിന്റ്സും പറയുന്നത് ഒറ്റ കാര്യമാണ്. എല്ലാ ലാംഗ്വേജിനും ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാമർ ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ഒരു റൂൾസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഉണ്ട്. ഇത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഒരു കുട്ടി പഠിച്ചെടുക്കുന്നത് എന്നാണ് ഈ ചോംസ്കീസ് തിയറി ഓഫ് ഗ്രാമർ തിയറി, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി പ്രകാരം പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ചോംസ്കീസ് തിയറി? എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നോക്കാൻ. ഈ ചോംസ്കീസ് വർക്ക് ഓൺ ലാംഗ്വേജ് വാസ് തിയററ്റിക്കലി ഉള്ള കാര്യങ്ങളാണ് ചോംസ്കി ഫുൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ലാംഗ്വേജിനെ കുറിച്ചിട്ട്. വ്യക്തമായിട്ട് വേറെ നമുക്കൊരു എവിഡൻസ് ഒന്നും നമുക്ക് ഇതിനെ കുറിച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ചോംസ്കി പറഞ്ഞിട്ടുള്ളത്. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രാമർ ആൻഡ് മച്ച് ഓഫ് ഹിസ് വർക്ക് consist of complex explanation of grammatical rules. ചോംസ്കി ഗ്രാമർ റിലേറ്റഡ് കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഗ്രാമറിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും ഗ്രാമറ്റിക് റൂൾസിന്റെ എക്സ്പ്ലനേഷൻസിലാണ് കൂടുതൽ ചോംസ്കി വർക്ക് ചെയ്തിട്ടുള്ളത്. ഹി ഡിഡ് നോട്ട് സ്റ്റഡി ചിൽഡ്രൻ. കുട്ടികളിൽ ഒരിക്കലും ഒരു പഠനം നടത്തിയിട്ടില്ല. ഗ്രാമറ്റിക്കൽ റൂൾസിന്റെ എക്സ്പ്ലനേഷൻസ്, അതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ചോംസ്കി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. മറിച്ച് കുട്ടികളിലുള്ള പഠനം വളരെ കുറവാണ് ചോംസ്കി ചെയ്തിട്ടുള്ളത് കേട്ടോ. Next, this theory relies much on children being exposed to language but takes no account of interaction between children and their careers. ഇനി ഈ ചോംസ്കിന്റെ തിയറി ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളിലാണ് കേട്ടോ. ബീയിങ് എക്സ്പോസ് ടു ലാംഗ്വേജ്, ഏറ്റവും കൂടുതൽ ലാംഗ്വേജ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലാണ് ഈ തിയറി ഏറ്റവും കൂടുതൽ ചോംസ്കി ഈ തിയറി അതിന്റെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു കുട്ടിയും അവരുടെ കെയർ ടേക്കർ അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ടൊന്നും ചോംസ്കി ഒരു പഠനം നടത്തിയിട്ടില്ല. ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികളിലും അതുപോലെ തന്നെ ഗ്രാമറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലുമാണ് ചോംസ്കി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദിസ് തിയറി ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ റീസൺ വൈ എ ചൈൽഡ് മൈറ്റ് വാണ്ട് ടു സ്പീക്ക് ഓർ ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്.
എന്തിനൊരു കുട്ടി സംസാരിക്കണം, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ തിയറി ഒരു റീസൺസും പറയുന്നില്ല. നെക്സ്റ്റ്, there are issues with its application to non-Western languages as well. ഇനി ഈ ഒരു തിയറി നോൺ വെസ്റ്റേൺ ലാംഗ്വേജസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ഇഷ്യൂസുകളും ഉണ്ടായിട്ടുണ്ട്. അത് പെർട്ടിക്കുലർലി എന്തൊക്കെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് വേറെ പല നോൺ വെസ്റ്റേൺ ലാംഗ്വേജസിൽ ഇത്തരം ഈ ചോംസ്കിയുടെ തിയറി അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. Next, Chomsky's theory goes further than Skinner theory in explaining how to learn a first language. സ്കിന്നർ തിയറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോംസ്കിന്റെ തിയറി കുറച്ചും കൂടെ മുന്നിലോട്ട് പോയിട്ടുണ്ട്. എന്തിന്? ഇൻ എക്സ്പ്ലെയിനിങ് ഹൗ ടു ലേൺ എ ഫസ്റ്റ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളത് ഷോംസ്കീസ് തിയറി കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് റിയലി ഡസ് നോട്ട് അപ്ലൈ ടു സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ഫസ്റ്റ് ലാംഗ്വേജ് ലേണിംഗിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗിനെ കുറിച്ചിട്ട് ഷോംസ്കിന്റെ തിയറി ഒന്നും പറയുന്നില്ല. It simply reinforces that there are similar elements involved in ലേണിംഗ് എ ലാംഗ്വേജ്. നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ പല സിമിലർ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗിനെ കുറിച്ചിട്ട് ഒരു കാര്യവും ഷോംസ്കിന്റെ തിയറിയിൽ പറയുന്നില്ല. ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളത് വൺ ഓഫ് ദ ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ഇഷ്യൂസും വന്നു എന്നുള്ളത് ലിമിറ്റേഷൻ ആണ്. പിന്നീട് കുട്ടികളിൽ പഠനം അല്ലാതെ നടത്തിയിട്ടില്ല, അതും വേറൊരു ലിമിറ്റേഷൻ ആണ്. അധികവും ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഷോംസ്കി വർക്ക് ചെയ്തിട്ടുള്ളത്. കുട്ടികളിൽ പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതും വൺ ഓഫ് ദ ലിമിറ്റേഷൻ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഷോംസ്കിന്റെ തിയറിനെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇസ് ഷൂമാൻസ് അക്കിൽട്രേഷൻ തിയറി. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കേട്ടോ. ഷൂമാൻസ് എന്നാണ് ഈ ഒരു എന്താ പറയാ സൈക്കോളജിസ്റ്റിന്റെ പേര്. ഹി സ്റ്റഡീഡ് ദ പ്രോസസ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ സെക്കൻഡ് ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഷോംസ്കി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. മറിച്ച് ഷൂമാൻസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഹി ഫൗണ്ട് ദാറ്റ് സം ലേണേഴ്സ് സ്റ്റഡി സെക്കൻഡ് ലാംഗ്വേജ് ക്വിക്ലി, അതേഴ്സ് ആർ സ്ലോ. ഇനി ഷൂമാൻ പറഞ്ഞത് ചില ലേണേഴ്സ് വളരെ പെട്ടെന്ന് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കും അല്ലെ. ഇപ്പൊ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി, തമിഴ്, ഇതെല്ലാം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് മലയാളം, വാട്ട് എവർ ഇറ്റ് ഈസ്. സെക്കൻഡ് ലാംഗ്വേജ് ആണ് നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ചില ആളുകൾ പെട്ടെന്ന് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കും, മറിച്ച് ചില ആളുകൾ ആയിക്കോട്ടെ വളരെ സ്ലോ ആയിട്ടായിരിക്കും പല സെക്കൻഡ് ലാംഗ്വേജും പഠിച്ചെടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ്, Schumann hypothesized that this difference could be accounted for by the characteristics of social and psychological distance the learners placed between themselves and the target language group. അതായത് നമ്മൾ പറഞ്ഞു ചില ആളുകൾ പെട്ടെന്ന് പഠിച്ചെടുക്കും ലാംഗ്വേജ്, ചില ആളുകൾ സ്ലോ ആയിട്ടാണ് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഡിഫറൻസ്, ചിലർ പെട്ടെന്ന് പഠിക്കും, ചിലർ പെട്ടെന്ന് പഠിക്കില്ല. അപ്പൊ ഈ ഒരു ഡിഫറൻസ് വരാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ചില സോഷ്യൽ ഡിസ്റ്റൻസും സൈക്കോളജിക്കൽ ഡിസ്റ്റൻസും ആണ് എന്നാണ് ഷൂമാൻ പറഞ്ഞത്. അപ്പൊ ആര് തമ്മില്? ഈ ലേണേഴ്സും നമ്മൾ പഠിക്കുന്ന ആള് ലേണേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് അറിയുന്ന കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അവരിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക. സോ ഈ ഒരു ലേണറും ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പും തമ്മിൽ ഒരു സോഷ്യൽ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസ്റ്റൻസോ ഉണ്ടാവാം. അതാണ് ഈ ഒരു ഡിഫറൻസിന് കാരണം എന്നാണ് ഷൂമാൻ അഭിപ്രായപ്പെട്ടത് കേട്ടോ. ഷൂമാൻ ഐഡന്റിഫൈഡ് 8 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസ്. ഈ സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള 8 ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള 5 ക്യാരക്ടറിസ്റ്റിക്സും ഷൂമാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. The acculturation theory states that success or failure of learning a particular language depends upon how much they integrate into community. അതായത് നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജ്, നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ അതിൽ നമുക്ക് സക്സസ് ആണോ അതോ ഫെയിലർ ആണോ എന്നുള്ളത്
നമ്മൾ എത്രത്തോളം ആ ഒരു വ്യക്തി കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും എന്നാണ് ഷ്യൂമാൻ പറഞ്ഞത്. ഓക്കെ, വളരെ നന്നായിട്ട് കമ്മ്യൂണിറ്റി ആയിട്ടും സൊസൈറ്റി ആയിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് നടത്തിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മളെ ഇൻട്രോവേർട്ട് ആയിട്ട് നമ്മൾ അങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ടോ സൊസൈറ്റി ആയിട്ടോ ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ലാംഗ്വേജ് ലേണിംഗിൽ ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ആര് പറഞ്ഞത്? ഷ്യൂമാൻ അഭിപ്രായപ്പെട്ടത് കേട്ടോ. നമ്മൾ പറഞ്ഞു സോഷ്യൽ ഡിസ്റ്റൻസിന്റെ 8 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ ഒരു ലാംഗ്വേജ് ലേണിംഗിന് അല്ലെങ്കിൽ ടാർഗറ്റ് ലേണിംഗ് ഗ്രൂപ്പുമായിട്ട് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള 8 കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇസ് സോഷ്യൽ ഡോമിനൻസ് refers to the relative power or dominance of one group over the other. അപ്പൊ നമുക്കറിയാം, നമ്മൾ മലയാളം സംസാരിക്കുന്ന ഗ്രൂപ്പാണ്, നമ്മളാണ് L1 ഗ്രൂപ്പ് കേട്ടോ, നേറ്റീവ് ലാംഗ്വേജ് ഗ്രൂപ്പ്. ഈ L2 എന്ന് പറയുന്നതാണ് ടാർഗറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്. അവരിൽ നിന്നുമാണ് നമുക്ക് എന്ത് പഠിച്ചെടുക്കേണ്ടത്? ലാംഗ്വേജ് പഠിച്ചെടുക്കേണ്ടത്. സോ ആ ഒരു L2 ഗ്രൂപ്പ് നമ്മളെക്കാളും ഡോമിനന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, വളരെ പവർ ഉള്ള ആളാണ് എന്നുള്ളൊരു ഡോമിനൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ലേണിംഗ് വർക്ക് ആവില്ല അല്ലെ. സോ അതായിരിക്കാം ഒരു കാരണം ഈ ഒരു ഡിസ്റ്റൻസിന്റെ. നെക്സ്റ്റ്, ഇന്റഗ്രേഷൻ പാറ്റേൺ ആണ് സെക്കൻഡ് വൺ. The degree to which the learners group wishes to integrate or remain separate from the L2 group. അതായത് മേ ബി ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ, അതായത് L1 ഗ്രൂപ്പിന് L2 ഗ്രൂപ്പുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പല കാരണങ്ങളാൽ മേ ബി അത് നടന്നോളണം എന്നില്ല. സോ ആ ഒരു സെപ്പറേറ്റ് ആയിട്ട്, ആ ഒരു ഇന്റഗ്രേറ്റ് ആയിട്ട്, ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുമ്പോൾ ഉള്ള പല ബുദ്ധിമുട്ടുകളും അവർ ഫേസ് ചെയ്യാം. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ. നെക്സ്റ്റ്, എൻക്ലോഷർ. The extent to which the L1 and L2 groups share the same social space. ഇനി നമുക്കറിയാം, നമ്മൾ ഈ ഒരു L2 ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ ഈ L1 ആൻഡ് L2 ഗ്രൂപ്പിന് ഒരു സെയിം സോഷ്യൽ സെറ്റപ്പ് വേണം അല്ലെ. നമ്മൾ നിൽക്കുന്ന ആ ഒരു നൈബർഹുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സ്കൂളിൽ നിന്നാവും പഠിച്ചെടുക്കുന്നത്, മേ ബി ഒരു വർക്ക് പ്ലേസിൽ നിന്നാവും, അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. നമുക്കൊരു സെയിം സോഷ്യൽ സെറ്റപ്പ് വേണം. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല. ആ ഒരു എൻക്ലോഷർ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അത് വളരെ കുറച്ചുള്ള സിറ്റുവേഷൻ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ലേണിംഗ് എളുപ്പമായിക്കൊള്ളണം എന്നില്ല. സോ ആ ഒരു നമുക്ക് ലഭിക്കുന്ന സെയിം സോഷ്യൽ സ്പേസ് വളരെ എഫക്റ്റീവ് ആയിട്ട് വേണം. അതില്ലെങ്കിൽ മേ ബി ഈ ലാംഗ്വേജ് ലേണിംഗ് നടക്കില്ല കേട്ടോ. സോ തേർഡ് വൺ, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. നെക്സ്റ്റ് ഇസ് കൊഹസീവ്നെസ്. The strength of the bond within the L1 group. അതായത് ഈ ഒരു ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഒരു ബോണ്ട് എത്രത്തോളം ഉണ്ട്, ആ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് വളരെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ലാംഗ്വേജ് ലേണിംഗ് എളുപ്പമാവില്ല. ആ ഒരു L1 L2 തമ്മിലുള്ള പല കോൺഫ്ലിക്റ്റുകളും ഈ ഒരു പ്രോബ്ലത്തിന് കാരണമാകാം. നെക്സ്റ്റ്, സൈസ്. The relative size of the L1 group compared to L2 group. നമ്മൾ L1 ഗ്രൂപ്പിലാണ് നേറ്റീവ് ലാംഗ്വേജ്, നമ്മൾ ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള ആളുകൾ L1 ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത്. L2 ഗ്രൂപ്പിലാണ് ടാർഗറ്റ് ലാംഗ്വേജ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആളുകൾ ഉള്ളത് കേട്ടോ. സോ ആ ഒരു സൈസ് ഓഫ് ദ ഗ്രൂപ്പ്, ഇപ്പൊ L1 ഗ്രൂപ്പിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ, L2ൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരു സൈസിന്റെ ആ ഒരു റിലേറ്റീവ്നെസ് വളരെ കുറച്ച് കൂടുതൽ, ആ ഒരു പൊരുത്തമില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ഒരു വലിയ പ്രശ്നമാവാം. Next is congruence. The degree of dissimilarity between the cultures of L1 and L2 groups. ഈ L1 ഗ്രൂപ്പും L2 ഗ്രൂപ്പും തമ്മിലുള്ള കൾച്ചർ ഡിഫറൻസ്, ആ ഒരു ഡിസിമിലാരിറ്റി ഒരു വലിയ പ്രശ്നമാവാം. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് both the L1 and L2 groups towards each other. അല്ലെ, രണ്ട് ഗ്രൂപ്പ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വളരെ ഒരു പ്രശ്നമാണ്. മേ ബി അതാവാം സോഷ്യൽ ഡിസ്റ്റൻസിന്റെ ഒരു കാരണം. നെക്സ്റ്റ് is intended length of residence. How long the learner plan to stay in the environment of target language. അതായത് ഇത് intended എന്ന് പറയുന്നത് എന്താ, ഈ ലേണർ ഉണ്ടല്ലോ, ലേണർ എത്രത്തോളം സമയം ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്ന ഒരു എൻവയോൺമെന്റിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയില്ല അല്ലെ. ചിലപ്പോൾ വളരെ പെട്ടെന്ന് തിരിച്ചു പോരണം എന്നൊക്കെ തോന്നുകയാണെങ്കിലോ. സോ അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ്. എത്രത്തോളം നമുക്ക് എന്താ പറയാ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ടാർഗറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പിനോട് എല്ലാ തരത്തിലും കോപ്പറേറ്റ് ചെയ്ത് അവരുടെ എൻവയോൺമെന്റിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് അറിയില്ല. സോ അതും വൺ ഓഫ് ദ
ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ഈ 8 കാര്യങ്ങളാണ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗിനെ എഫക്ട് ചെയ്യുന്ന, സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്ന 8 കാര്യങ്ങൾ എന്നാണ് ഷോംസ്കി പറഞ്ഞത്. ഓക്കെ, ഇതെല്ലാം കാരണം നമ്മുടെ ലാംഗ്വേജ് ലേണിംഗിനെ മേ ബി എന്തെങ്കിലും എഫക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. മേ ബി സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗിനെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന 5 സൈക്കോളജിക്കൽ ഡിസ്റ്റൻസ് കാരണങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ഷോക്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസോറിയന്റേഷൻ കോസ്ഡ് ബൈ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് സിസ്റ്റം. ലാംഗ്വേജ് ഷോക്ക്, ആ ഒരു പേര് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും ഒരു പുതിയ കാര്യം പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഷോക്ക് ആയിരിക്കും അല്ലെ. പെട്ടെന്ന് നമുക്ക് ഉറുദു എന്താന്ന് ഒരു ഐഡിയ ഇല്ല, നമ്മൾ നാളെ മുതൽ ഉറുദു പഠിക്കാൻ തുടങ്ങാന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതൊരു ഷോക്കാണ്. സോ അത്തരം ആ ഒരു പുതിയ ലാംഗ്വേജ് സിസ്റ്റം പഠിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഷോക്ക്, അതൊരു പ്രോബ്ലം ആവാം. നെക്സ്റ്റ് ഇസ് കൾച്ചർ ഷോക്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രെസ്, ആൻസൈറ്റി ആൻഡ് ഫിയർ കോസ്റ്റ് വെൻ എൻറ്ററിങ് ടു എ ന്യൂ കൾച്ചർ. നമ്മളൊരു ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ ഒരു രാജ്യത്തോട്ട് പോവാണ്. അപ്പൊ നമ്മളൊരു പുതിയ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അല്ലെ. പുതിയൊരു കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സും ആൻസൈറ്റിയും ഫിയർ എല്ലാം ഉണ്ട്. അത് കാരണം നമുക്കൊരു കൾച്ചർ ഷോക്ക് നമ്മളിൽ ഉണ്ടാവാം. ദാറ്റ് മേ ബി ദ അനദർ റീസൺ. നെക്സ്റ്റ് ഇസ് കൾച്ചർ സ്ട്രെസ്. അപ്പൊ ഈ ഒരു കൾച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കൾച്ചർ ഷോക്ക് കാരണം നമുക്കൊരു കൾച്ചർ സ്ട്രെസ്, ഒരു മെന്റൽ സ്ട്രെസ് നമ്മൾ നേരിടാം അല്ലെ. കാരണം നമുക്ക് ഹോം സിക്നെസ് ഉണ്ടാവും, നമുക്കിത് മതി, എനിക്കിത് പറ്റുന്നില്ല, തിരിച്ചു പോകണം എന്നുള്ള ഒരു തോട്ടൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ഹോം സിക്നെസ് കാരണം നമ്മൾ പല സ്ട്രെസ്സും അനുഭവിക്കേണ്ടി വരും. സോ അതൊരു പ്രോബ്ലം ആണ് ലാംഗ്വേജ് ലേണിംഗിൽ. നെക്സ്റ്റ് ഇസ് മോട്ടിവേഷൻ അല്ലെ. നമുക്ക് എന്തിനും നമുക്ക് വേണ്ട കാര്യം എന്താണ്? മോട്ടിവേഷൻ ആണ്. സോ ഇനഫ് മോട്ടിവേഷൻ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആണ് ലാംഗ്വേജ് ലേൺ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഇസ് ഈഗോ പെർമിയബിലിറ്റി. It refers to the degree to which an individual gives up his difference in favor of the target language group. നമ്മൾ ഒരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാർഗറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പിന്റെ കൂടെ ചേരുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മേ ബി അതിൽ ഉണ്ടാവാം. സോ അതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യുക, ഒരു ഈഗോ പെർമിയബിലിറ്റി മേ ബി എപ്പോഴും ഉണ്ടാവും. നമ്മള് ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കണമല്ലോ എന്ന് കരുതി പല കാര്യത്തിനെയും നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അല്ലെ. അതെല്ലാം ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ 5 കാര്യങ്ങളാണ് ആ ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നാണ് ഷോംസ്കി പറഞ്ഞത് കേട്ടോ. സോറി, ഷോംസ്കി അല്ല, ഷൂമാൻ പറഞ്ഞത്. നെക്സ്റ്റ്, ലിമിറ്റേഷൻ ഓഫ് ഷൂമാൻസ് അക്യുൾട്രേഷൻ തിയറി. എന്തൊക്കെയാണ് ഷൂമാൻസ് അക്യുൾട്രേഷൻ തിയറിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ SLA are often not readily identifiable and individuals may succeed in SLA despite the social condition. അതായത് നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ മേ ബി നമ്മൾ നിൽക്കുന്ന ആ ഒരു കൾച്ചറോ അല്ലെങ്കിൽ സൊസൈറ്റിയോ നമുക്ക് എല്ലാ തരത്തിലും ഹെൽപ്ഫുൾ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല അല്ലെ. സോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കൾച്ചറിലല്ല നമ്മൾ നിൽക്കുന്നേ എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം കൾച്ചർ നമ്മുടെ ലാംഗ്വേജ് അക്വസിഷനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. സോ അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ്, ദിസ് തിയറി ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ടു മാക്രോ ലെവൽ ഓഫ് പീപ്പിൾ, നോട്ട് മൈക്രോ ലെവൽ. ഈ ഷുമാൻസിന്റെ തിയറി എപ്പോഴും ഒരു വലിയ ഒരു കൂട്ടം ആളുകളിലാണ് എപ്പോഴും വർക്ക് ആവുക. അതൊരു ചെറിയ ഒരു മൈക്രോ ലെവൽ ആളുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ ഒരിക്കലും ഈ ഒരു തിയറി വർക്ക് ആവാൻ പോകുന്നില്ല. ഓക്കെ, that is the another disadvantage. Third, this theory is criticized for deliberately excluding other potential variables such as cognitive and instructional factors. ഈ തിയറിയിൽ നമുക്ക് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ആയിട്ടുള്ള ബാക്കി ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് ഒന്നും ഇതിൽ പറയുന്നില്ല. അത് ഇതിന്റെ വേറൊരു ലിമിറ്റേഷൻ ആണ്. നെക്സ്റ്റ്, ദിസ് തിയറി ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഇൻസൈറ്റ് ഇൻ ടു ഇന്റേണൽ പ്രോസസ്സസ് ആൻഡ് നോ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ why there are developmental sequences. ഒരിക്കലും ഇന്റേണൽ ആയിട്ടുള്ള ഇന്നർ ആയിട്ടുള്ള പല പ്രോസസ്സിലോട്ടൊന്നും ഈ ഒരു തിയറി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സീക്വൻസസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് പോലും ഈ ഒരു തിയറി കാണിക്കുന്നില്ല. അത് ഇതിന്റെ വേറൊരു ലിമിറ്റേഷൻ ആണ്. ലാസ്റ്റ് ലിമിറ്റേഷൻ, ദിസ് തിയറി ആർഗ്യൂസ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഹാസ് നോ ഇമ്പോർട്ടന്റ് റോൾ ഇൻ SLA. അതായത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷനിലും ഇൻസ്ട്രക്ഷന് ഒരു റോളും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത് കേട്ടോ. സോ അതും ഇതിന്റെ വൺ ഓഫ് ദ
ലിമിറ്റേഷൻ ആണ്. നൗ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ പറയാനുള്ള നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്രാഷൻസ് മോണിറ്റർ തിയറി കേട്ടോ. സ്റ്റീഫൻ ക്രാഷൻ എന്നാണ് ഫുൾ പേര്. സ്റ്റീഫൻ ക്രാഷൻ ഡെവലപ്ഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് തിയറി 1970 and 1980s. ഈ കാലഘട്ടത്തിലാണ് സ്റ്റീഫൻ ക്രാഷൻ ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ലാംഗ്വേജ് അക്വസിഷനും ലാംഗ്വേജ് ലേണിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ കൊടുത്തത് ക്രാഷൻ മോണിറ്റേഴ്സ് തിയറി അല്ലെങ്കിൽ ക്രാഷൻ ആണ്. എന്താ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, നമ്മൾ ഓൾറെഡി അക്വയർ ചെയ്തെടുക്കുന്ന നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് അക്വസിഷൻ. അത് ഇംപ്ലിസിറ്റ് ആണ് അല്ലെ. നമുക്ക് ആരും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ പറഞ്ഞു തരാതെ ഇംപ്ലിസിറ്റ് ആയിട്ട് ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ആരും തരുന്നില്ല. സബ് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. ഉള്ളിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ലാംഗ്വേജ്. പിക്ഡ് അപ്പ് ആൻഡ് യൂസ്ഡ് ഇൻ ഇൻഫോർമൽ സിറ്റുവേഷൻ. നമ്മൾ ആയിട്ടുള്ള നമ്മുടെ പാരന്റ്, നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ, നമ്മുടെ നൈബർഹുഡ് സിറ്റുവേഷൻ, ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് അക്വസിഷൻ നേടിയെടുക്കുന്നത്. വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ആപ്റ്റിറ്റ്യൂഡ് അല്ലെ. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മളിത് പഠിച്ചെടുക്കുക. സ്റ്റേബിൾ ഓർ ഫിക്സ്ഡ് ഓർഡർ ഓഫ് അക്വസിഷൻ. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി അക്വയർ ചെയ്യുന്ന കാര്യമാണ് ഫസ്റ്റ് ലാംഗ്വേജ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ്. മറിച്ച് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന പുതിയ ലാംഗ്വേജ് ആണ് അല്ലെ. അതൊരു സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കും. എക്സ്പ്ലിസിറ്റ് ആൻഡ് കോൺഷ്യസ് പ്രോസസ്. എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഓൾറെഡി ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു തന്ന് മനസ്സിലാക്കി നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താണ് പഠിച്ചെടുക്കുന്ന കാര്യമാണ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ്. learned and used in formal situations. വളരെ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് ലേൺ ചെയ്യുന്നതും നമ്മളത് യൂസ് ചെയ്യുന്നതും അല്ലെ. നെക്സ്റ്റ് ഡിപെൻഡ്സ് ഓൺ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മുടെ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് അനുസരിച്ചിരിക്കും നമുക്ക് ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നെക്സ്റ്റ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഓർഡർ ലേണിംഗ്. ഈ ലാംഗ്വേജ് അക്വിസിഷനിൽ സിമ്പിൾ ഓർഡർ ലേണിംഗും ഉണ്ടാവാം, മറിച്ച് വളരെ കോംപ്ലക്സ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതാണ് ലാംഗ്വേജ് ലേണിംഗും ലാംഗ്വേജ് അക്വസിഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. വളരെ എളുപ്പമാണ്. ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു നേറ്റീവ് ലാംഗ്വേജിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എഫേർട്ട് ഇട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യമാണ് ലാംഗ്വേജ് ലേണിംഗ് കേട്ടോ. നെക്സ്റ്റ് ഹിസ് 5 hypotheses are summarized as follows. 5 ഹൈപ്പോത്തസിസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആരതെന്നറിയോ? ക്രാഷൻ മോണിറ്റേഴ്സ് തിയറിന്റെ ഫസ്റ്റ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ ദ അക്വസിഷൻ വേഴ്സസ് ലേണിംഗ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അക്വസിഷൻ ഹാപ്പൻ ചെയ്യുന്ന എപ്പോഴാണ്? സബ് കോൺഷ്യസ്ലി, നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ അക്വസിഷൻ ചെയ്യുന്നത് അല്ലെ ഫസ്റ്റ് ലാംഗ്വേജ്. പക്ഷെ ലേണിംഗ് എന്ന് പറയുന്ന അങ്ങനെയല്ല, അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എടുക്കുന്ന കാര്യമാണ് ലേണിംഗ്. അതാണ് ഫസ്റ്റ് ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് വൺ, ദ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. ലാംഗ്വേജ് ലേണിംഗ് കംസ് ഫ്രം ഹാവിംഗ് ആക്സസ് ടു കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്. If it is too complex, people do not learning. ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എപ്പോഴും ഒരു ലാംഗ്വേജ് ലേൺ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇൻപുട്ട് ആയിട്ട് കിട്ടണം അല്ലെ. അല്ലാതെ ഒന്നും നമ്മൾ പഠിച്ചെടുക്കില്ല. സോ ഒരു ഇൻപുട്ട് എപ്പോഴും നമുക്ക് ലഭിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുള്ളൂ. ഇനി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നതുമില്ല. ഓക്കെ, അതാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് ഇസ് മോണിറ്റർ ഹൈപ്പോത്തസിസ്. മോണിറ്ററിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെൽഫ് കറക്റ്റിംഗ് വൺസ് അട്ടറൻസ്. അതായത് നമ്മൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ, സെൽഫ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോസസ്സിനെയാണ് മോണിറ്റർ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്താണ് സെൽഫ് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്. ടു യൂസ് ദ മോണിറ്റർ, ദ ലേണർ ഹാസ് ടു ഹാവ് സഫിഷ്യന്റ് ടൈം ടു കറക്റ്റ് ഹിസ് ഓർ ഹർ അട്ടറൻസ്. നമുക്ക് എപ്പോഴും ഈ ഒരു മോണിറ്ററിങ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ഇനഫ് ആയിട്ടുള്ള ടൈം വേണം അല്ലെ. നമുക്ക് ആ ഒരാളുടെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാനുള്ള ഇനഫ് ടൈം ഫസ്റ്റ് നമുക്ക് വേണം. സെക്കൻഡ് വൺ, നീഡ്സ് ടു ഫോക്കസ് ഓൺ ഫോം. അതായത് ആ ഒരു കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. തേർഡ് വൺ,
he or she knows the rules. നമുക്കൊരാളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നീ പറയുന്നത് തെറ്റാണ് അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു റൂളിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രാമറ്റിക്കൽ ഓർഡറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണ്ടേ? ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരാളെ മോണിറ്റർ ചെയ്യാൻ കഴിയില്ലല്ലോ. സോ നമുക്ക് ആ ഒരു റൂളിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ധാരണ വേണം. അതാണ് മോണിറ്റർ ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് ഇസ് ദ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്രാമർ ഇൻ ചിൽഡ്രൻ വൈൽ ദേ സ്പീക്ക് ഹാപ്പൻസ് നാച്ചുറലി. അതായത് ഒരു കുട്ടി സംസാരിക്കുമ്പോൾ ആ ഒരു ഗ്രാമർ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അല്ലെ അവർ സംസാരിക്കുക. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സജസ്റ്റ് ആൻഡ് ഓർഡർ ഇൻ ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മൾ എപ്പോഴും ഒരു ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് റൂള് ഫോളോ ചെയ്തിട്ടാണ് അല്ലെ നമ്മൾ എപ്പോഴും സംസാരിക്കുക. അതാണ് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. ഫിഫ്ത് വൺ ആണ് എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. ഇത് നിങ്ങളുടെ PDF ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ PPT നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ആ ഒരു 2 ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. PDF അത് എന്തായാലും ഉണ്ട് കേട്ടോ. ഈ ലാംഗ്വേജ് അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസിൽ പറയുന്നത് ദ ലേണർ ഹാസ് ദ പോസിറ്റീവ് ഫീലിംഗ് ടുവേർഡ്സ് ദ ലാംഗ്വേജ് ലേണിംഗ്. എപ്പോഴും നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ ലേണർക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും അല്ലെ, ഒരു ആങ്സൈറ്റി എപ്പോഴും ഉണ്ടാവും. എന്താണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ ഒരു ആങ്സൈറ്റി, ഒരു മോട്ടിവേഷൻ എല്ലാം വേണം, ഒരു സെൽഫ് കോൺഫിഡൻസ് എല്ലാം വേണം അല്ലെ. നമുക്കൊരു പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ അതാണ് എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഈ 5 ഹൈപ്പോത്തസിസ് ആണ് ക്രാഷൻ പറഞ്ഞിട്ടുള്ളത്, സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ അക്വയർ ചെയ്യുന്നു, പിന്നെ നമുക്കൊരു ഇൻപുട്ട് എപ്പോഴും വേണം, നമ്മൾ മറ്റുള്ളവരെ മോണിറ്റർ ചെയ്യുന്നു, ഒരു നാച്ചുറൽ ഓർഡർ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ കീപ്പ് ചെയ്യും. അഞ്ചാമത്തത് ഒരു എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. നമുക്കൊരു ലാംഗ്വേജ് ലേണിങ്ങിന് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു ക്രാഷൻസ് തിയറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്രിറ്റിസിസം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഫസ്റ്റ് വൺ is Krashen has not defined his terms with enough precision. ക്രാഷൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രാഷൻ പറഞ്ഞ പല ടേംസിനും ഒരു പ്രിസിഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തത ക്രാഷന്റെ പല ടേംസിനും വന്നിട്ടില്ല. എംപെറിക്കൽ ബേസിസ് ഓഫ് ദ തിയറി ഈസ് വീക്ക്. ഒരു അടിത്തറ ക്രാഷിന്റെ തിയറിക്ക് ഇല്ല, അത് വളരെ വീക്കാണ്. തേർഡ് വൺ, ദ തിയറി ഈസ് നോട്ട് ക്ലിയർ ഇൻ ഇറ്റ്സ് പ്രഡിക്ഷൻസ്. ദാറ്റ് ഈസ് ഇറ്റ് ലാക്സ് എക്സ്പ്ലനേറ്ററി പവർ. അതായത് ക്രാഷൻ തിയറിയിൽ പറയുന്ന പല കാര്യങ്ങളും ആ പ്രഡിക്ഷനിൽ അത്ര ക്ലിയർ അല്ല. എക്സ്പ്ലനേറ്ററി പവർ വളരെ കുറവാണ്. ഒന്നിനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട മാത്രമാണ് ക്രാഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്രാഷൻ തിയറിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യമാണ് എനിക്ക് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഒരുപാട് തിയറീസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജും ആണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ക്രാഷൻസ് തിയറി, എന്താണ് ഷുമാൻസ് ഫിൽട്രേഷൻ തിയറി, പിന്നെ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടാവും, സൈക്കോളജിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞു. ഷോംസ്കിന്റെ തിയറി എന്താന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. സ്കിന്നേഴ്സ് തിയറിനെ കുറിച്ചിട്ട് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും എല്ലാമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ജോൺ ലോക്സിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. മറ്റേ ചാപ്റ്ററിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ സെക്കൻഡ് സെഷൻ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഇത്ര നേരം നിന്നതിന് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.